ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ അംഗപരിമിതർക്ക് ഇലക്ട്രോണിക് വീൽചെയറുകൾ വിതരണം ചെയ്തു. എച്ച്.എസ്. എം.എൽ.എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. 44 ഗുണഭോക്താക്കൾക്ക് 55 ലക്ഷം രൂപ ചെലവിലാണ് വീൽചെയറുകൾ ലഭ്യമാക്കിയത്. എച്ച്.എസ്. എം.എൽ.എ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ജനോപകാരപ്രദമായ പദ്ധതികളാണ് ജില്ലാ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പാക്കുന്നതെന്നും അതിനാലാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാക്കാൻ കഴിയുന്നതെന്നും എം.എൽ.എ പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗത്തിൽ പ്രസിഡന്റ് കെ.ജി. രാജേശ്വരി അധ്യക്ഷയായി. 55 അപേക്ഷകരിൽ നിന്ന് 44 പേർക്കാണ് ഇപ്പോൾ വീൽചെയറുകൾ നൽകുന്നതെന്നും ബാക്കിയുള്ള അപേക്ഷകർക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇവ കൈമാറുമെന്നും കെ.ജി. രാജേശ്വരി പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ.എസ്. ശിവപ്രസാദ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ബിനു ഐസക്, രാജു, എം.വി. പ്രിയ എന്നിവർ സംസാരിച്ചു. ഇങ്ങനൊരു മനുഷ്യന്റെ പ്രയാസകരമായ ജീവിതഘട്ടത്തിൽ ആ പ്രയാസങ്ങളെ തരണം ചെയ്യാൻ അവരോട് ചേർന്ന് ജീവിക്കുക എന്ന ഒരു മാനസികാവസ്ഥയിലാണ് ജില്ലാ പഞ്ചായത്ത് പ്രവർത്തിക്കുന്നത്. കേവലമായ ഒരു ഔദ്യോഗികമായ കടമ നിറവേറ്റപ്പെടുന്നതല്ല. ഇങ്ങനെ ഒരു മുഖം ജില്ലാ പഞ്ചായത്തിന് ആവിഷ്കരിക്കാൻ കഴിയുന്നതിന് കാരണം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായി ഭരണാധികാരികൾ വന്നിരിക്കുന്നവരെല്ലാം വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി തെരഞ്ഞെടുക്കപ്പെട്ടതാണ്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലെ പ്രത്യേകത പഞ്ചായത്തിന്റെ പ്രവർത്തന വഴികളിൽ കക്ഷി രാഷ്ട്രീയത്തിന്റെ വേർതിരിവോ വിവേചനമോ ഒന്നും കാണിക്കാറില്ല. ഒറ്റക്കെട്ടായിട്ടാണ്, ഒരു ടീമായിട്ടാണ് എല്ലാവരും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നത്. ഓരോ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെയും അവർ ജീവിക്കുന്ന പ്രദേശത്തെ പ്രവർത്തനം പരിശോധിക്കപ്പെട്ടാൽ അവരെല്ലാം ഏതെങ്കിലും നിലയ്ക്ക് സാമൂഹ്യമായി ദുർബലപ്പെട്ട് ജീവിക്കുന്ന മനുഷ്യരെ സഹായിക്കാൻ പ്രത്യേകമായ ആക്ടിവിറ്റി നടത്തുന്നവരാണ്. മിക്കവാറും ആളുകൾ നോക്കിയാൽ അവരെല്ലാം പാലിയേറ്റീവ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെന്നാണ്. അപ്പൊ തങ്ങളുടെ പൊതുജീവിതത്തിന്റെ ഒരു പാർട്ടായി, ഒരു ഭാഗമായി കിടപ്പ് രോഗികളെ അല്ലെങ്കിൽ രോഗം വന്ന് പ്രയാസപ്പെടുന്നവരെ, അംഗപരിമിതരെ, അങ്ങനെയെല്ലാം ഒരു സാധാരണ മനുഷ്യനേക്കാളും പ്രയാസം പേര് ജീവിക്കുന്നവരെ സഹായിക്കാനുള്ള മനസ്സോടെ സ്വന്തമായി സമയം കണ്ടെത്തി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടരാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് നയിക്കുന്നത് എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഇത്രയും മാതൃകാപരമായ പദ്ധതികൾ നമുക്ക് ആവിഷ്കരിക്കാനുള്ള